ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഉച്ചക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് 2 മണിക്ക്. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് ഹവാമഹൽ പോകുന്നു, പിന്നെ ജയ്പൂരിലെ സ്വീറ്റ്സ് മേടിക്കണം, പർച്ചേസിന് പറ്റുവാണെങ്കിൽ ഇറങ്ങണം. അപ്പോൾ ഇതാണ് പ്ലാനിങ്. അപ്പോൾ ഒരു വണ്ടിക്കാരനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് നേരത്തെ ചെക്കൗട്ട് ആവുകയാണ് കേട്ടോ. സോ ഞാൻ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആവുകയാണ്. ഫുൾ ക്ലിയർ ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങണം കേട്ടോ. നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം അവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമുക്കിവിടെ പുറത്തിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. നല്ല ആംബിയൻസ്, നല്ല രസമുണ്ട്. ആക്ച്വലി പ്രോപ്പർട്ടി കുറേ ഉണ്ട് കാണാൻ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഒരു ദോശയും 2 പാൻ കേക്കും ആണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടല് കുറേ ഉണ്ട് കാണാൻ, പക്ഷെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. റൂഫ് ടോപ്പിലൊക്കെ ഇൻഫിനിറ്റി പൂളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ ബുക്ക് ചെയ്ത ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പോകുന്നത് പർച്ചേസിന് വേണ്ടിയിട്ടാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഹവാമഹലും പർച്ചേസ് സെന്ററും ഒക്കെ. ഇതിവിടെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ലോക്കൽ ഓട്ടോറിക്ഷ ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ ആദ്യം പർച്ചേസിന് പോയി. ചീപ്പായിട്ടുള്ള ഒരു കട നിർത്താൻ പറഞ്ഞിട്ട് കയറിപ്പോയത് എനിക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റ് ഉള്ള ഒരു ഷോപ്പിലാണ്. പിന്നെ അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ ഞാനായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ദുപ്പട്ട മാത്രം മേടിച്ചു. ഞാനൊരു ദുപ്പട്ട മേടിച്ചിട്ട് ഇറങ്ങി. ഭയങ്കര റേറ്റ്, എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾഡ് പിങ്ക് സിറ്റിയിലൂടെയാണ് കേട്ടോ. അടുത്ത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് മൈ ഡ്രീം പ്ലേസസിൽ ഒന്നാണ്. ഗൈസ്, ഞാനിപ്പോ എവിടെയെന്ന് അറിയാവോ? എന്തിന്റെ ഫ്രണ്ടിലാണെന്ന് അറിയാവോ? Oh my God, just look at the beauty. നമ്മൾ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഫോട്ടോസ് എടുത്തു തരാനും വീഡിയോ എടുത്തു തരാനും ആരും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടു ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അവിടെ നിന്നിരുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ 2-3 ഫോട്ടോസ് എടുപ്പിച്ചു. കാരണം എനിക്ക് പേടിയുണ്ട് ഫോൺ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക. അവരെങ്ങാനും ഫോണും കൊണ്ട് ഓടി ഞാൻ പറഞ്ഞ് പുറകെ ഓടണ്ടേ, എന്തിനാ ഇല്ലാത്ത വയ്യാവയിലേക്ക് എടുത്ത് തലേ വെക്കണത്. എവിടെ പോയാലും മസ്റ്റായിട്ട് മേടിക്കുന്ന ഒരു സംഭവമാണ് ഫ്രിഡ്ജ് മാഗ്നറ്റും. അത് മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫേമസ് സ്വീറ്റ്സിന്റെ ഷോപ്പായ LMB സ്വീറ്റ് ഷോപ്പിൽ പോയി. അവിടെ പോയിട്ട് മെയിനായിട്ട് ഓഫീസിലേക്കാണ് സ്വീറ്റ്സ് കൂടുതലും മേടിച്ചത്. നമുക്ക് സ്വീറ്റ്സ് മേടിക്കാം ഗൈസ്. ഹിന്ദിയിൽ അത്ര പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് സ്വീറ്റ് ഷോപ്പിൽ വന്നിട്ട് പെട്ടു. അയ്യോ, ഞാൻ പറയണ അവർക്ക് മനസ്സിലായില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് മേടിച്ചിട്ടാ ബില്ല് വന്നു. അപ്പോഴേക്കും സമയം ഓൾമോസ്റ്റ് 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 12-12:30 ആകുമ്പോഴേക്കും എയർപോർട്ടിൽ കയറണമായിരുന്നു. ഇപ്പം നമ്മൾ നേരെ പോകുന്ന എയർപോർട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരു സെൻട്രൽ മ്യൂസിയം ഉണ്ട്. എനിക്ക് എൻ്റെ ഡ്രൈവർ അവിടെ കൂടി നിർത്തി തന്നു. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയും കയറി. ഇതൊരു ഗവൺമെന്റ് സെൻട്രൽ മ്യൂസിയം ആണ് കേട്ടോ, ജയ്പൂരിന്റെ. നമ്മളെ കയറുന്നില്ല, ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ എനിക്ക് നിർത്തി തന്നതാണ് ഇവിടെ. എയർപോർട്ട് എത്തി, ഇനി ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറണ്ട കേട്ടോ. എനിക്ക് അങ്ങോട്ടും കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്, ഇങ്ങോട്ടും കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. കൊച്ചി ടു മുംബൈ, മുംബൈ ടു ജയ്പൂർ. അങ്ങോട്ടും കണക്റ്റഡ് ആണ്, ജയ്പൂർ ടു ചെന്നൈ, ചെന്നൈ ടു കൊച്ചി. അപ്പൊ എനിക്ക് ചെന്നൈയിൽ 3 hours ഉണ്ട് ലേ ഓവർ. ചെക്കിൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ഗേറ്റിലോട്ട് പോവാം. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുൻപ് സിമ്പിളായിട്ടൊരു ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. എയർപോർട്ടിൻ്റെ അകത്തു നിന്നൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് 2 ഫ്ലൈറ്റിലും ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇറങ്ങി ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ്. സോ ഐ ഡോണ്ട് നോ ഫുഡ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പം കഴിക്കാതെ കയറിയാൽ പണി കിട്ടും. എനിക്ക് ഇപ്പോഴേ വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു സിംഗിൾ ബർഗർ മേടിച്ചു. ഇനി ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് പോകണം, അടുത്ത ഇവിടെ നിന്ന് ഗേറ്റ്. സോ ഗൈസ്, മൈ ഫ്ലൈറ്റ് ഗോട്ട് ഡിലേഡ് ഫോർ 2 hours. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഇതിനിടക്ക് റിഫ്രഷ്മെന്റ് ഒക്കെ തന്നിട്ടാ ഇൻഡിഗോ ഫ്ലൈറ്റ്. സോ ഗുഡ്. യാ,
2 മണിക്ക് എടുക്കുന്ന ഫ്ലൈറ്റ് 4 മണിയായപ്പോഴാണ് ജയ്പൂരിൽ നിന്ന് എടുത്തത്. 2 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ ആക്ച്വലി എയർപോർട്ടിൽ നല്ല പോസ്റ്റ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇന്ത്യക്കാർ റിഫ്രഷ്മെന്റ് കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്നതായിരുന്നു ഈ ചോക്ലേറ്റ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് കഴിക്കാമെന്ന്. ആദ്യത്തെ ഫ്ലൈറ്റിങ്ങിന്റെ ടൈമിംഗ് നോക്കുകയാണെങ്കിൽ എനിക്ക് 3 മണിക്കൂറാണ് ചെന്നൈയിൽ ലേ ഓവർ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ 2 മണിക്കൂർ ഓൾറെഡി ജയ്പൂർ ഡിലേ ആയപ്പോൾ പോയി. ഇനി 1 മണിക്കൂറിന്റെ ഗ്യാപ്പിലാണ് ഞാൻ രണ്ടാമത്തെ ഫ്ലൈറ്റിന് ചെന്നൈയിൽ നിന്ന് കയറാൻ പോകുന്നത്. നമ്മൾ ചെന്നൈയിൽ ലാൻഡ് ചെയ്തു. 7:20 ആയപ്പോഴാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് 1 മണിക്കൂർ തികച്ചില്ല അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. 7:50 നമ്മുടെ സെക്കൻഡ് ഫ്ലൈറ്റ്. 7:10 ആയപ്പോഴാണ് നമ്മളിപ്പോൾ ചെന്നൈയിൽ ലാൻഡ് ചെയ്തത്. സോ വി ആർ ഗോയിങ് ടു ക്യാച്ച് ദ നെക്സ്റ്റ് ഫ്ലൈറ്റ്. റണ്ണാണ് റൺ. ചേച്ചിയുടെ മെസ്സേജ് പോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. റണ്ണായിരുന്നു മൊത്തത്തിൽ. ഓട്ടോ വരുന്ന അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്കൊന്നും ഞാൻ ഇമ്മാതിരി ഓട്ടോ ഓടിയിട്ടില്ല. അതുപോലെ കിടന്ന് ഓടിയിട്ടാണ് എനിക്ക് രണ്ടാമത്തെ ഫ്ലൈറ്റ് കയറിയത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വിളിക്കുകയാണ് എന്നെ. രണ്ടാമത്തെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഒരുപാട് സീറ്റ് വേക്കൻ്റ് ഉള്ള കാരണം എനിക്കൊരു വിൻഡോ സീറ്റ് നോക്കി അവർ തന്നു. അങ്ങനെ ഫൈനലി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. എന്ത് രസമാണല്ലേ രാത്രിയിലെ കാഴ്ച കാണാനായിട്ട്. ചെന്നൈ പട്ടണമാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. എന്ത് രസം കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നമുക്ക് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തുള്ള യാത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ ജയ്പൂർ യാത്രയിൽ എൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, എൻ്റെ അക്കോമഡേഷൻ, ജയ്പൂരിലെ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്തത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനിയാണ്. ഫൈനലി ലാൻഡഡ് ഇൻ കേരള. ഇനി എനിക്ക് എൻ്റെ ബാഗ് കളക്ട് ചെയ്യണം. ബാഗ് ഞാൻ ലഗേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ബാഗൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. എൻ്റെ ബാഗ് മാത്രം ഏകനായിട്ട് വരുന്നു. എന്നെ പിക്കാനായിട്ട് അസംഖ്യ എത്തിയിട്ടുണ്ട്. Here's the boy. അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറണം. ഇപ്പം നമ്മൾ കയറിയത് അറേബ്യൻ പാലസിലാണ്. അവിടെ നിന്ന് ഞാനും അലക്സും ഓരോ മന്തി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. ഹലോ, ഇന്നലെയാണ് ഞാൻ ജയ്പൂരിൽ നിന്ന് വന്നത്. ഇന്നലെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഔട്ട്ഡോർ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. നല്ല ടയേർഡായിട്ടാണ് വന്ന് കയറിയത്. പിന്നെ എനിക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തിങ് ഏത് ട്രിപ്പ് കഴിഞ്ഞ് വന്നാലും ആദ്യം ചെയ്യണത് ലഗേജ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. എനിക്കിങ്ങനെ ലഗേജിൽ സാധനങ്ങൾ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്ന ഉടനെ ലഗേജൊക്കെ ക്ലിയർ ചെയ്തു. അലക്കാണ്ട് തുണിയൊക്കെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്ടു. അങ്ങനെ അത് ഫുൾ ക്ലിയർ ചെയ്ത് ഫുൾ കുളിച്ച് വന്നപ്പോഴേക്കും പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യണമല്ലോ. സോ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. ഒരുപാടൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. കുറച്ച് ടൈമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ജയ്പൂർ പോകണമെന്ന് ശില്പ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഹവാമഹൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി ഫോട്ടോ എടുത്തു. അത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. സോ ഞാൻ ഈ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതെനിക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എൻ്റെ കമ്പനിയായിട്ട് എനിക്ക് തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. എൻ്റെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്തത് കമ്പനിയാണ്. ഞാൻ അവിടെ പോയി അവാർഡ് മേടിച്ചു, തിരിച്ചു വന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുന്നത്. അതായത് ട്രിപ്പ് പോണത് ആദ്യമായിട്ട് ഒറ്റയ്ക്കാണ്. അതും നോർത്ത് ഇന്ത്യയിലോ. ഗോഡ്, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ പോകണമെന്ന് വെച്ചിട്ട്. പക്ഷേ നമുക്കുണ്ടല്ലോ ഒരു സെൽഫ് യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് നമ്മളെ തന്നെ കുറേ മനസ്സിലാക്കും കേട്ടോ. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ വരും. അതെനിക്ക് നല്ലോണം റിയലൈസ് ചെയ്യാൻ പറ്റി. എന്താണ് റിയ ജോയ് എന്നുള്ളത് എനിക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ചാൽ ഞാൻ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര തൻ്റെയോടാണെന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്നത്. അങ്ങനെ അല്ലെന്നല്ല, പക്ഷെ നമ്മൾ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ വിചാരിക്കുന്ന അത്രയും ബോൾഡ് അല്ല നമ്മൾ. എനിവേസ് കുറേ റിയലൈസേഷനൊക്കെ ഉണ്ടായൊരു യാത്ര കൂടി ആയിരുന്നു എനിക്കിത്. അറ്റ് ദ സെയിം ടൈം തന്നെ ചില സിറ്റുവേഷൻസിനെ ഞാൻ ഹാൻഡിൽ ചെയ്ത രീതി ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ പ്രൗഡ് തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടിട്ടാ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റക്കൊരു യാത്ര ചെയ്യണം. അത് എങ്ങോട്ടെങ്കിലും കുറച്ച് ദൂരെ മാറിയിട്ടാണെങ്കിലും ലൈഫിൽ ഒരു തവണയെങ്കിലും
ഒറ്റക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. ഇപ്പോൾ ജയ്പൂർ പോയി വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ എന്താ പറയുക ഒറ്റക്ക് യാത്ര ചെയ്യാൻ ആയിട്ട് തോന്നുന്നത് അത് വേറൊരു രസമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യണം. സോ ഗൈസ്, ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.